തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് UDFകാരെയാണെന്ന്. കാരണം ഇത്രമേൽ അനിഷേധ്യമായ മേധാവിത്വത്തോടെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലും ഒരു റിസൾട്ട് UDF ഇത്രമേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ജനങ്ങൾ പ്രതിഷേധ വോട്ടാണ് രേഖപ്പെടുത്തിയത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ഞാനും കരുനാഗപ്പള്ളിയിലെ വോട്ടെണ്ണൽ മറ്റ് ചില മാധ്യമങ്ങളിൽ ഇങ്ങനെ ലൈവ് റിപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. കരുനാഗപ്പള്ളിയിലും UDFന് വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ ഒരു ട്രെൻഡ് പോലെ അങ്ങനെ ഉണ്ടായി. പക്ഷേ ചില വേറിട്ട തോൽവികൾ എടുത്തു പറയേണ്ടതുണ്ട്. അതിലൊന്ന് നമ്മുടെ KT ജലീൽ സാറിൻ്റെ ഇഹലോകത്തിലും പരലോകത്തിലും വോട്ട് ചോദിച്ച ഫൈസൽ തങ്ങളുടെ തോൽവിയാണ്. ആ തോൽവി ഇഹലോകത്തിൽ അവർ തോൽപ്പിച്ചു. ഒരുപക്ഷെ നാളെ പരലോകം ഈ ഫൈസൽ തങ്ങൾക്ക് പിടിക്കാൻ ഒരുപക്ഷെ ഈ തോൽവി കാരണമാവുമെങ്കിൽ വളരെ ഗുണപരമായ ഒന്നാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ആ തോൽവിയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ തോൽവികളിലൊന്ന്. രണ്ടാമത്തെ ശ്രദ്ധേയമായൊരു തോൽവി കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഷോൺ ജോർജ് ഉണ്ടല്ലോ, PC ജോർജിൻ്റെ മകൻ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ അക്കൗണ്ട് തുറക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പനാണ് അരുവിത്തറയിൽ മത്സരിച്ചത്. അരുവിത്തറയായിരുന്നു ഈരാറ്റുപേട്ടയിലെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു കേന്ദ്രമായി കുറച്ച് പേര് ഏറ്റെടുത്തത്. പക്ഷേ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടങ്ങുന്നവർ, മുസ്ലിം വോട്ട് അവിടെ ഇല്ല. അതുകൊണ്ട് ഈ PC ജോർജിൻ്റെ അനിയൻ നമ്മുടെ ഷോൺ ജോർജിൻ്റെ ചിറ്റപ്പായി തോറ്റത് ജിഹാദികൾ വോട്ട് ചെയ്തിട്ടാണെന്ന് പറയത്തില്ല. അവിടെ ഡിവിഷൻ 29 അരുവിത്തറയിൽ ജെയിംസ് കുന്നേൽ എന്ന് പറയുന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. സന്തോഷം വളരെ വലുതാണ്. എന്താണെന്നറിയോ? വേറൊന്നുമല്ല, ഇവിടെ എങ്ങാനും മുസ്ലിങ്ങളാണ് കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് വോട്ടുകാരെങ്കിലും ഉള്ളത്, അവരാണ് തോൽപ്പിച്ചതെങ്കിൽ വല്ലാതെ പിന്നെ അതിൻ്റെ കഥ പറഞ്ഞേനെ. ഇതങ്ങനെയല്ല. ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും തന്നെ ചില അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു മെച്ചപ്പെട്ട കാര്യമാണ്. ഏതായാലും അക്കാര്യവും വളരെ സന്തോഷം പകരുന്ന ഒരു സംഗതിയാണ്. മൂന്നാമത്തെ സന്തോഷമുള്ള ഒരു തോൽവി ഏതാണെന്നറിയോ? കേരളം മുഴുവൻ വിദ്വേഷം വിറ്റ് ജയിപ്പിക്കാമെന്ന് കരാറെടുത്ത് നടന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വാർഡിൽ, ആ സ്വന്തം വാർഡിൽ UDF സ്ഥാനാർത്ഥി ഒരു ജയകുമാരി എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു, അതും വിജയിച്ചു. എങ്ങനെയുണ്ട്? അതായത് ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഒരു മതേതരത്വ ഒരു സംവിധാനമാണ്. അതിനപ്പുറം പറയുന്നവരെ ഏതർത്ഥത്തിലും ചിലപ്പോൾ ഈ വോട്ടിൻ്റെ സമവാക്യങ്ങൾ മാറിയും തിരിഞ്ഞുമൊക്കെ പോകുമ്പോൾ ചില കയ്യബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നതിനപ്പുറത്ത് ജനങ്ങൾക്കതിനകത്തൊരു നിലപാടുണ്ട്. അപ്പോൾ ആ നിലപാട് ചില സവിശേഷമായ വാർഡുകളിൽ കാണിച്ചു. നോക്കിയാണ് ഇത് വോട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? ഇനി ആരെങ്കിലും കോർപ്പറേഷനിൽ ഇതാണ് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തരുത്. അതിൻ്റെ ഫലം കോഴിക്കോട് കണ്ടു. CPIMൻ്റെ മുസാഫറും തോറ്റു, കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസും തോറ്റു. അവർ രണ്ടും പരാജയപ്പെട്ടു. ശബരിനാഥൻ ജയിച്ചു, ശ്രീലേഖ ജയിച്ചു, അതെല്ലാം ഉണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പിൻ്റെ വിശകലനം വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഈ തോൽവികൾ, ഈ പറഞ്ഞ ശ്രദ്ധേയമായ ചില തോൽവികൾ പറയാതെ വയ്യ. ഏതായാലും ജനം കരുതി, ജനം അതിൽ നിലപാട് നിർണായകമായി എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാതെ പല സ്ഥലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ജനങ്ങൾ നൽകിയത്. അതിനി കോൺഗ്രസ്സിലെ വാചകവടി വീരന്മാരെല്ലാം കൂടെ തള്ളി അതിൻ്റെ ഒരു സുഖം കെടുത്താതിരുന്നാൽ മാത്രം മതി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി പിന്നീട് പറയാം.